തൃശൂർ മാള ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിൽ ചേട്ടൻ അനുജൻ മത്സരമാണ് നടക്കുന്നത്. 11-ാം വാർഡിൽ നിലവിലെ മെമ്പറും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ജിയോ കൊടിയനും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി ചേട്ടൻ ലിയോ കൊടിയനുമാണ് മത്സരിക്കുന്നത്. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും ലിയോ മത്സരത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. 10 വർഷത്തെ LDF ഭരണത്തിന് വിരാമമിട്ട പഞ്ചായത്തിനെ തിരിച്ചുപിടിക്കുന്നതാണ് ലക്ഷ്യമെന്നും വിജയസാധ്യത ഉറപ്പുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിച്ചതാണെന്നും ജിയോ പറയുന്നു. ഈ വർഷം UDFന്റെ ഭരണം മാള പഞ്ചായത്തിൽ കൊണ്ടുവരണമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടി എല്ലാ സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 11-ാം വാർഡിലേക്ക് പാർട്ടി എന്നെ നിർദ്ദേശിച്ചതും ഞാൻ കോട്ടമുറി 11-ാം വാർഡിൽ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചതും. എന്തായാലും ഈ വർഷത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മാള പഞ്ചായത്തിന് ഭരണം UDFന്റെ കയ്യിലായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കോൺഗ്രസ് മാള മണ്ഡലം വൈസ് പ്രസിഡന്റായ ലിയോ ജോർജ് കുടിയൻ സ്ഥിരതാമസമുള്ള വാർഡായ 11-ലൂടെയാണ് മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം തൃശൂർ DCC സെക്രട്ടറിയുടെ നിർദ്ദേശത്തെയും വാർഡിലെ പ്രവർത്തകരുടെയും ആവശ്യത്തെ തുടർന്നാണെന്ന് ലിയോ വ്യക്തമാക്കി. പാർട്ടി സീറ്റ് നൽകാത്ത പക്ഷം സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ലിയോ പറയുന്നു. ഈ വാർഡിലുള്ള എല്ലാ കോൺഗ്രസ്സുകാരും ഈ വാർഡിൽ തന്നെ ഉള്ള ഒരാൾ മത്സരിക്കണം എന്ന് മാത്രമാണ് അവർ ആവശ്യപ്പെട്ടേക്കണേ. അവരുടെ ആവശ്യപ്രകാരമാണ്, ആഗ്രഹപ്രകാരമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തിട്ടുള്ളതും. ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും പ്രലോഭനങ്ങളിലും കാര്യങ്ങളിലൊക്കെ വഴിപ്പെട്ട് മറ്റുള്ളവർ ഇവിടെ വന്നാലും ഒരു സ്വതന്ത്രനായിട്ട് മത്സരിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും മത്സരരംഗത്ത് ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടനും അനിയനും ഒരേ വാർഡിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയത്തിൽ കൗതുകമുണർത്തുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ.